മക്കളെ നമുക്ക് 21st ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്റിജർ ആൻസർ ടൈപ്പ് ആണ്. റേറ്റ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ 0.04 മോൾസ് ലിറ്റർ ഈസ് ടു -1 സെക്കൻഡ് ഈസ് ടു -1 at 10 minutes and 0.03 mole liter is to -1 second is to -1 at 20 minutes after the initiation. Half life of the reaction is, നമുക്കറിയാം rate can be written as rate constant into concentration. For example, concentration of reactant the whole power 1 because it's the first order reaction. അപ്പോൾ റേറ്റിനെ നമുക്ക് 0.04 എന്ന് തന്നിട്ടുണ്ട് ഫസ്റ്റ് കേസിൽ. റേറ്റ് കോൺസ്റ്റന്റ് ഇൻറ്റു കോൺസെൻട്രേഷൻ അറ്റ് 10 minutes. കോൺസെൻട്രേഷൻ അറ്റ് 10 minutes ക്യാൻ ബി റിട്ടൺ ആസ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ലെറ്റ്സ് ഞാൻ R0 എടുക്കുകയാണ്. R0 e raised to minus 10 into 60 into K. നിങ്ങൾ ചോദിക്കാം സാർ ഇതെന്ത് മറിമായം? മക്കളെ നമുക്കറിയാം for a first order reaction, concentration at any time is nothing but initial concentration e raised to minus kT. Okay, initial concentration R0 e raised to minus K into T. ഇവിടെ റേറ്റ് തന്നിരിക്കുന്നത് മോൾ ലിറ്റർ ഈസ് ടു -1 സെക്കൻഡ് ഈസ് ടു -1 ആണ്. പെർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. ഇവിടെ ടൈം 10 minutesലും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആ 10നെ കെ ടിയിലെ ടീനെ ഞാൻ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്തു. 10 into 60 ആക്കി, അത്രേ ഉള്ളൂ. കെ അങ്ങനെ തന്നെ വെച്ചു. അതേപോലെ തന്നെ സെക്കൻഡ് കേസ് 0.03 is equal to K into R0 e raised to minus 20 into 60 into K. ഇനി ഇത് രണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ 4/3 കിട്ടും. 4/3 is equal to e raised to 1200 K minus 600 K എന്ന് വരും. That is equal to e raised to 600 K. അല്ലേ? രണ്ട് സ്ഥലത്തും ln എടുക്കുക. ln of 4/3 is equal to 600 K. 600 K can be written as 600 into ln of 2 by T half. അപ്പോൾ T half എത്രയും മക്കളെ? T half is equal to 600 into ln of 2 divided by ln of 4/3. ln of 4/3 നെ ln of 4 minus ln of 3 എന്നിടാം. And understand this is coming in seconds. ഇത് സെക്കൻഡ്സിലാണ്. നമുക്ക് വേണ്ടത് നമ്മുടെ ആൻസർ വേണ്ടത് മിനിറ്റ്സിലാണ്. അപ്പൊ ഇതിനെ ഡിവൈഡ് ബൈ 10 ചെയ്യാം. ഇതിനെ ഡിവൈഡ് ബൈ 60 ചെയ്യാം. അപ്പൊ 10 into ln of 2 divided by ln of 4 minus ln of 3 മിനിറ്റ്സ് വരും. ഇനി ln LOG ആക്കുക. LOG വാല്യൂസ് ഒക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്ക് അപ്രോക്സിമേറ്റ്ലി വാല്യൂ കിട്ടാൻ പോകുന്നത് 24 ആണ് കേട്ടോ. 24 minutes ആണ് ഫൈനൽ ആൻസർ കിട്ടാൻ പോകുന്നത്. ഈസി ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേഷൻ മാത്രം കുറച്ചുണ്ടെന്നുള്ളൂ. അതും അധികമൊന്നുമില്ല. ഓക്കെ.